തുടക്കത്തില്ല എനിക്ക് അനിരുദ്ധ മാഷിനോട് പറയാണ്, നിങ്ങളെ വിശ്വസിക്കാൻ പറ്റുന്ന കാര്യം വല്ലതും പറയും. ചെറിയ കുട്ടി നിങ്ങളെ എങ്ങനെ കെട്ടിയിട്ടു എന്നൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് എന്താ തടയാനൊന്നും പറ്റില്ലേ? നിങ്ങളല്ല അവളേക്കാൾ വലുതെന്ന് പറയുമ്പോൾ ആ മാഷ് പറയാണ്, അവൾ തന്നെയാണ് എന്നെ കെട്ടിയിട്ടത്. എൻ്റെ കണ്ണട നിലത്ത് പോയിട്ടുണ്ടായിരുന്നു, അപ്പോൾ എനിക്ക് കണ്ണ് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, അപ്പോൾ അവളാണ് എന്നെ കെട്ടിയിട്ടതെന്ന് ആ മാഷ് എല്ലാവരോടും പറയാണ്. അപ്പോൾ അനിരുദ്ധാണെങ്കിൽ ഇതൊന്നും വിശ്വസിക്കാൻ തീരെ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ ബോന്തിതയും പറയുന്നുണ്ട്, അല്ലല്ല ആൾ എന്നെയാണ് അടിച്ചത്, ഞാൻ ആളൊന്നും ചെയ്തിട്ടില്ല, എൻ്റെ കൈയൊക്കെ കണ്ടില്ല ചോന്നിരിക്കണം, എനിക്ക് നന്നായിട്ട് വേദനിച്ചു, ഞാൻ ആളിനൊന്നും പറഞ്ഞിട്ട് പോലുമില്ല എന്നെ അടിച്ചപ്പോൾ, ഞാൻ അവിടുന്ന് ഓടുകയാണ് ചെയ്തത് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അവൾ പറയുന്നുണ്ട്, അവിടെ ഇരിക്കണ ഒരു ശില്പം എൻ്റെ കൈ തട്ടി വീണിട്ടുണ്ട്, അത് എൻ്റെ കൈ തട്ടിയിട്ട് തന്നെയാണ് പൊട്ടിയത്, അല്ലാണ്ട് ഇതൊന്നും ഞാനല്ല അവിടെ വലിച്ചു വാരിയിട്ടതും ബുക്കും പിന്നെ ആളിനെ ഇങ്ങനെ കെട്ടിയിട്ടതൊന്നും ഞാനല്ല എന്ന് ബോന്തിത അവനോട് പറയാണ്. അപ്പം മാഷ് പറയുന്നുണ്ട്, ഞാൻ ഇതുവരെ എൻ്റെ പഠിപ്പിച്ച ഒരു കുട്ടീനെ പോലും വടിയെടുത്തിട്ട് അടിച്ചിട്ടില്ല, പിന്നെ എന്താ ഈ പെണ്ണ് തീരെ പഠിപ്പിനെ ബഹുമാനിക്കുന്നില്ല, വിദ്യാഭ്യാസം അവൾക്ക് തീരെ ഇഷ്ടമല്ല എന്നൊക്കെ അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് ചോദിക്കുമ്പോൾ അനിരുദ്ധ അവളോട് ചോദിക്കുന്നുണ്ട്, നീ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഇഷ്ടമല്ല എന്ന് ഞാൻ പറഞ്ഞു എന്ന് ബോന്തിത സത്യം പറയുന്നുണ്ട്. എന്നിട്ട് അയാൾ ബോന്തിതേനെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഓരോന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കേട്ടിട്ട് ത്രിലോചനാണെങ്കിൽ നന്നായിട്ട് ദേഷ്യം വരികയാണ്. എന്നിട്ട് ത്രിലോചന് ആളോട് നന്നായിട്ട് ചൂടാവുന്നുണ്ട്. നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? ഞങ്ങളുടെ വീട്ടിലത്തെ മരുമോളെ ഇവിടെ വന്നിട്ട് തന്നെ കുറ്റം പറയാൻ നിങ്ങൾക്ക് എന്ത് അധികാരമാണുള്ളത് എന്ന് പറഞ്ഞിട്ട് ത്രിലോചൻ മാത്രം അവളുടെ സൈഡ് നിൽക്കുകയാണ്. ബാക്കിയുള്ളവരൊക്കെ എന്താ ഈ മാഷിനാണ് നല്ലതെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ അനിരുദ്ധിൻ്റെ അച്ഛൻ എല്ലാവരോടും ഇങ്ങനെ പറയുന്നുണ്ട്, ഇവൾ ചെയ്തത് എന്താ, ഇവളെ അടിച്ചത് എന്താ, ഇവിടെ ആരെങ്കിലും കണ്ടിട്ടുണ്ടാവില്ല, അപ്പോൾ എല്ലാവരോടും ചോദിച്ചു നോക്കാമെന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരോടായിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആരും കണ്ടിട്ടുണ്ടാവില്ല. എന്നിട്ട് ബിഹാരിയോട് ചോദിക്കുമ്പോൾ ബിഹാരി പറയാണ്, നല്ല സ്നേഹത്തിലായിരുന്നു മാഷി അവളോട് സംസാരിച്ചിരുന്നത്, അതുവരെ എനിക്ക് അറിയാമെന്ന് പറഞ്ഞിട്ട് ബിഹാരി മാഷിനെ സപ്പോർട്ട് ചെയ്യാണ്. അപ്പോൾ ത്രിലോചന് പറയുന്നുണ്ട്, ബോന്തിതയുടെ കയ്യുമത്ത ആ പാടെന്നെ നോക്കിയ പാവം എത്ര വേദനിച്ചിട്ടുണ്ടാവും, അവളുടെ കൈയൊക്കെ എത്ര ചോർന്നിട്ടായിരിക്കണമെന്ന് ത്രിലോചൻ പറയുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം ബിഹാരി പറയാണ്, അല്ല അവൾ ആ എന്താ അടുക്കളയിൽ ജോലി ചെയ്തില്ലേ, ആ ആട്ടൊക്കെ പൊടിച്ചില്ലേ, അപ്പോൾ ഉണ്ടായതാവുക കയ്യുമ മുറിയെന്ന് ബിഹാരിയും പറയാണ്. അപ്പോൾ ഇത് കേട്ടിട്ട് അനിരുദ്ധിനും ബോന്തിതേനും ചെറിയ സംശയമൊക്കെ വരികയാണ്. പിന്നെ ആ മാഷി അവിടുന്ന് പോകുന്നുണ്ട്. അപ്പോൾ അനിരുദ്ധ് പറയാണ്, എന്നാൽ നാളെ മാഷിന് വരണം, അപ്പോൾ ഒപ്പം ബോന്തിതേനെ ഒപ്പം ഇരുത്തിയിട്ട് അനിരുദ്ധ് ഒപ്പം ഇരുന്നിട്ട് അവളെ പഠിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് ആ മാഷ് അവിടുന്ന് പോവാണ്. അപ്പോൾ ബോന്തിത അങ്ങനെ മനസ്സിലാലോചിക്കുന്നുണ്ട്, ഞാൻ ഇതെന്തായാലും പഠിക്കാൻ പോകണില്ല എന്ന് അവളിങ്ങനെ മനസ്സിലാലോചിക്കുന്നുണ്ട്. അവൾക്ക് എന്താ ഈ അടിച്ചപ്പോൾ പഠിപ്പ് എന്നുള്ളതൊന്നും തീരെ ഇഷ്ടമല്ലാണ്ടായി. അങ്ങനെ അനിരുദ്ധ് ബോന്തയോട് പറയുന്നുണ്ട്, നാളെ എന്തായാലും ഞാൻ നിൻ്റെ ഒപ്പം ഇരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ബോന്തക്കാണ് ഇതിനൊന്നും തീരെ താല്പര്യമില്ല. അപ്പോൾ പിന്നെ സോമനാഥ് അവിടെ ഓടി വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, സൗദാമിനി ഇതാ ടെറസിൻ്റെ മുകളിൽ നിന്ന് എന്താ വീഴാൻ വേണ്ടി നിൽക്കുന്നു എന്ന് പറയുന്നുണ്ട്. അവൾ ബോധമില്ലാണ്ട് ടെറസിൻ്റെ മുകളിൽ ഇങ്ങനെ നടക്കുന്നുണ്ട്, എന്താ കാര്യമൊന്നും നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ അങ്ങനെ അവനെ അവിടേക്ക് ഓടുന്നുണ്ട് എല്ലാവരും കൂടിയിട്ട്. അപ്പോൾ അവൾ നടന്നിട്ട് ഇങ്ങനെ ടെറസിൻ്റെ അറ്റത്തേക്ക് എത്തിയിട്ടുണ്ടാവും, വീഴാനുള്ള ആ രീതിയിൽ അവൾ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഇത് കണ്ടിട്ട് ബോന്തിത അവളെ സൗദാമിനി രീതിയിൽ നിന്ന് ഉറക്കെ നിലത്തുനിന്ന് വിളിക്കുന്നുണ്ട്. എന്നിട്ട് അവളുടെ അടുത്ത് ഓടുകയാണ്. അപ്പോൾ ഓടിയിട്ട് അവൾ ആ ടെറസിൻ്റെ മുകളിലേക്ക് കയറുകയാണ്. എന്നിട്ട് അവൾ വീഴാൻ വേണ്ടി നിൽക്കുന്ന സൗദാമിനീനെ അവൾ പിടിച്ച് വലിച്ചിട്ട് നീക്കി നിർത്തുന്നുണ്ട്. അപ്പോൾ അപ്പോഴാണ് ശരിക്കും സൗദാമിനിക്ക് ബോധം വരുന്നത്. എന്നിട്ട് അവൾ എന്താ റൂമിൽ എത്രയാണ് കാണിക്കുന്നത്, റൂമിൽ അവളെ അവിടെ കൊണ്ടുപോയി കെടുത്താണ്. അപ്പോൾ സൗദാമിനിയോട് ബോന്തിത പറയുന്നുണ്ട്, ചേച്ചീനെ നോക്കാൻ എപ്പോഴും ഞാനിവിടെ നിൽക്കാട്ടാ, ഇനിയിപ്പോൾ ചേച്ചീനെ ഞാൻ തന്നെ നോക്കിക്കോളാം, ഒന്നും പേടിക്കണ്ട, വേഗം തന്നെ മാറുന്നൊക്കെ ഉള്ള രീതിയിൽ അവൾ നന്നായിട്ട് ആശ്വസിപ്പിക്കുന്നൊക്കെ ഉണ്ട് ബോന്തിത. അപ്പോൾ ഇത് കേട്ടിട്ട് അവിടെ എല്ലാവരും നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടിട്ട് സൗദാമിനിയുടെ അച്ഛൻ വരികയാണ്. എന്നിട്ട് പറയാണ്, നീ ഇവിടുന്ന് നിൽക്കാനൊന്നും പാടില്ല, നീ ഇവിടുന്ന് മര്യാദക്ക് പോകാൻ വേണ്ടിയിട്ട് പറയാണ്, നീയാണ് ഇതിന് കാരണമെന്നും ബോന്തിതേനെ നന്നായിട്ട് ചീത്ത പറയുന്നുണ്ട് ആൾ. അപ്പോൾ അനിരുദ്ധൊക്കെ ഇത് കേട്ടിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്, അവനൊന്നും പറയുന്നൊന്നുമില്ല. എന്നിട്ട് സൗദാമിനിയുടെ അച്ഛൻ പറയാണ് അനിരുദ്ധിനോട്, നിന്റെ ഭാര്യേനെ ഇവിടുന്ന് മര്യാദക്ക് പറഞ്ഞയച്ചോ, ഇല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ചെയ്യേണ്ടി വരുമെന്ന് അച്ഛൻ പറയാണ്. അപ്പോൾ ബോന്തിതേനെ അനിരുദ്ധ നന്നായിട്ട് ചീത്ത പറഞ്ഞിട്ട് അവിടെ നിന്ന് പറഞ്ഞേക്കാണ്. അപ്പോൾ അവൾക്ക് കരച്ചിലൊക്കെ വരുന്നുണ്ട്. എന്നിട്ട് ബോന്തിത നേരെ പോകുന്നത് പൂജാമുറിക്കാണ്. അപ്പോൾ പൂജാമുറിക്ക് ചെല്ലുമ്പോഴേക്കും അവിടെ പൂജകളൊക്കെ, അതായത് സന്ധ്യയുടെ നേരത്തെ ഒരു പൂജയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അവൾ പറയാണ്, അയ്യോ ഈ പൂജ ഒക്കെ കഴിഞ്ഞല്ലോ, ഇതൊക്കെ ഞാൻ ചെയ്യേണ്ടതല്ലായിരുന്നു, ഇനിയിപ്പോൾ ഇതിന് എനിക്ക് നന്നായിട്ട് ചീത്ത കേൾക്കില്ല, ഇന്ന് എനിക്ക് ശരിക്കും ഒരു ചീത്ത ദിവസമാണെന്ന് അവളിങ്ങനെ ഒറ്റയ്ക്ക് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് ത്രിലോചൻ വരികയാണ്. ത്രിലോചനും കോയിലും കൂട്ടിയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അവൾ കുറേ മാപ്പ്
പറയുന്നുണ്ട് ത്രിലോചനോട്, എന്നോട് ക്ഷമിക്കുക, നിങ്ങൾ വിളിച്ചപ്പോൾ എനിക്ക് വരാൻ പറ്റിയില്ല, എനിക്ക് ഈ പൂജ ചെയ്യാൻ പറ്റിയില്ല, എന്നോട് ക്ഷമിക്കുക എന്ന് പറഞ്ഞിട്ട് അവളവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് അവളെ കൈ ഇങ്ങനെ ചോന്ന് കിടക്കുന്ന ത്രിലോചൻ കാണുന്നുണ്ട്. അപ്പോൾ ത്രിലോചന് അവളുടെ കൈ നീട്ടാൻ വേണ്ടിയിട്ട് പറയാണ്. അപ്പോൾ ബോന്തയുടെ വിചാരം എന്താ, അവളെ പഠിക്കും, അവൾക്ക് ശിക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ത്രിലോചൻ ഇങ്ങനെയൊക്കെ പറയുന്നതാണ്. എന്നിട്ട് അവൾ പറയുന്നുണ്ട്, എൻ്റെ കൈ കണ്ടില്ല, എനിക്ക് നല്ല അടിച്ചു, നല്ല വേദന ഉണ്ട് കൈ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പറയണം, എന്തായാലും എനിക്ക് ശിക്ഷ തന്നു എന്ന് പറഞ്ഞിട്ട് അവളെ കൈ നീട്ടി പിടിക്കുകയാണ്. അപ്പോൾ അതിന് ഇടയിൽ കോയിലീനെ പറഞ്ഞയച്ചിട്ട് എന്തോ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് ത്രിലോചൻ. അപ്പോൾ കോയിലി അത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ബോന്തിത്ത് ഇങ്ങനെ പടി കിട്ടും എന്നുള്ള രീതിയിൽ കൈ ഇങ്ങനെ നീട്ടി പിടിച്ചുകൊണ്ടിരിക്കുമ്പോഴാവും കോയിലിയുടെ കയ്യിൽ നിന്ന് സാധനം മേടിച്ചിട്ട് ത്രിലോചന് ഇങ്ങനെ അവളുടെ കൈമ പരട്ടി കൊടുക്കുന്നത്. അത് ശരിക്കും ഒരു മരുന്നാവും, അവളുടെ ഈ വേദന മാറാനുള്ള ഒരു മരുന്നാവും തേച്ച് കൊടുക്കുന്നുണ്ടാവുക. അപ്പോൾ ഇത് കണ്ടിട്ട് ബോന്തിത്തേക്കാണെങ്കിൽ നല്ല സങ്കടം വരികയാണ്. എന്നിട്ട് അവൾ കരയുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ത്രിലോചൻ അവളോട് ചോദിക്കുകയാണ്, മോളെ അവളുടെ കൈമത്തെ വേദന ഒക്കെ മാറി, കുറവുണ്ടോ, സമാധാനമായോ എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയാണ്, കുറവുണ്ട്, ഈ മരുന്ന് വെച്ചപ്പോൾ എനിക്ക് നല്ല സമാധാനം കിട്ടി, കാക്ക സസുർജി അത്ര നല്ലതാണ്. അവൾ പറയുമ്പോൾ കാക്ക സസുർജി പറയാണ്, അതായത് ത്രിലോചൻ പറയാണ്, നീയും വളരെ നല്ലതാണ് മരുമോളെ, നീ എന്താ ഞങ്ങളുടെ മരുമോളല്ലേ, പിന്നെ നിന്റെ കാര്യങ്ങളൊക്കെ നോക്കണത് ഞങ്ങളുടെ കടമല്ലേ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ തേച്ച് തന്നത്. പിന്നെ അവൾക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ട്, പാചകമാണ് നല്ലത്, പിന്നെ ആളടിച്ചേന് എന്താ ആ മാഷ് അടിച്ചേന് ആ മാഷിനെ കുറേ തെറിയില്ല, അതായത് ചീത്ത വിളിക്കുന്നൊക്കെ ഉണ്ട് ത്രിലോചന ഒറ്റയ്ക്ക് എന്നിട്ട് പറയാണ്, നീ പാചകം ചെയ്തിട്ട് നല്ല ഗൃഹനാഥമായിട്ട് ഇങ്ങനെ നിന്നാൽ മതി, അതായത് നല്ല ഭാര്യയായിട്ടും നല്ലൊരു കുടുംബിനിയായിട്ടും നിന്നാൽ മതി, അല്ലാണ്ട് ഈ പഠിക്കാനൊന്നും പോവണ്ട, അതൊക്കെ വലിയ കാര്യമാണ്, അതൊന്നും നമ്മളെ കൊണ്ട് പറ്റണതല്ല, അടിയൊക്കെ മേടിക്കേണ്ടി വരും എന്നുള്ള രീതിയിൽ അവൾ നന്നായിട്ട് പേടിപ്പിക്കുന്നൊക്കെ ഉണ്ട്. എന്നിട്ട് പറയാണ്, നിനക്കിപ്പോൾ ഈ നന്നായിട്ട് കുടുംബിനി ആയാൽ ഒരു കെട്ട് ചാവി, അതായത് വീട്ടിലത്തെ ചാവി നിനക്ക് നിന്റെ സാരി തുമ്പിൽ കെട്ടിയിട്ട് നടക്കാന്നൊക്കെ പറയുന്നുണ്ട് ആള്. അതായത് ഇവിടുത്തെ ഭരണം നിന്റെ കയ്യിലാണെന്ന് ബോന്തിതക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് ത്രിലോചൻ. അപ്പം അങ്ങനെ അത് അവളിങ്ങനെ ആലോചിച്ചിട്ട് ചിരിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ ആ സിങ്കട്ടായിട്ട് പിന്നെ അനിരുദ്ധിനെ സൗദാമിനിനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ സൗദാമിനി അനിരുദ്ധം കൂടിയിട്ട് ബാൽക്കണിയിൽ ഇങ്ങനെ നിന്നിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ ആദ്യം അവന് ബോന്തിതയുടെ കാര്യം പറയുന്നുണ്ട്. ബോന്തിതേനെ കൊണ്ട് ത്രിലോചന് അടുക്കളയിൽ പണി ചെയ്യിപ്പിച്ചു. അപ്പോൾ അതുകൊണ്ട് അവൾ കയ്യമ്മ പാടൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അവൾ ഭയങ്കര സ്മാർട്ടാണ്, അവൾക്ക് നന്നായിട്ട് സംസാരിക്കാനൊക്കെ അറിയാം, എല്ലാവരോടും എങ്ങനെയൊക്കെ സംസാരിക്കേണ്ടത് അവൾക്ക് നന്നായിട്ട് അറിയാം. പിന്നെ അവൾ നന്നായിട്ട് ചോദ്യങ്ങളൊക്കെ ചോദിക്കും, അവൾക്ക് തന്നെ ഈ സമൂഹം തന്നെ മാറ്റാൻ പറ്റും എന്ന് അനിരുദ്ധ സൗദാമിനിയോട് പറയാണ്. പിന്നെ ബോന്തിതേനെ കാണിക്കുന്നുണ്ട്. ബോന്തിത ഇങ്ങനെ ഒരു പാത്രം ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൾ വേറെ എന്തോ ചിന്തിച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ബിഹാരി എടുക്കും വന്നിട്ട് അവളിനെ നന്നായിട്ട് വിളിക്കുന്നുണ്ട്. ബോന്തിത മാൽക്കിൻ എന്നാണ് വിളിക്കുക. അപ്പോൾ ചോട്ടി മാൽക്കിന്ന്. അപ്പോൾ ചോട്ടി മാൽക്കിന്ന് വിളിക്കുമ്പോൾ അവളിങ്ങനെ എന്തോ ചിന്തിച്ചിട്ടിരിക്കുകയാണ്, അവൾ ഇതൊന്നും കേൾക്കുന്നില്ല. അതിനുശേഷം അവൾ ആ പാത്രം എടുത്തിട്ട് ബിഹാരിയുടേക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബിഹാരി പറയാണ്, ഞാൻ എത്ര നേരമായി എന്ന് വിളിക്കണമെന്നറിയോ, 5 മിനിറ്റൊക്കെ ആയി ഞാൻ ചോട്ടി മാൽക്കിൻ എന്നെ വിളിച്ചുകൊണ്ടിരിക്കണമെന്ന് ബോന്തയോട് പറയുന്നുണ്ട്. അപ്പോൾ അവൾ പറയാണ്, ഞാനിപ്പോൾ നല്ല പ്രശ്നത്തിലാണ്, എനിക്കിപ്പോൾ 2 കാര്യങ്ങൾ ആലോചിച്ചിട്ട് നല്ല ടെൻഷൻ ഉണ്ടെന്ന് പറയുമ്പോൾ ബിഹാരി ചോദിക്കണം, ആ 2 കാര്യങ്ങൾ എന്തൊക്കെയെന്ന് ചോദിക്കുമ്പോൾ ബോന്തിത പറയാണ്, ഒന്ന് ഇപ്പോൾ സൗദാമിനി ചേച്ചിയുടെ അവസ്ഥ എന്താണെന്ന് അറിയില്ലല്ലോ, ആളുടെ മാറിയാണെന്ന് അറിയില്ലല്ലോ, പിന്നെ പത്യാപമാണെങ്കിൽ ഇതുവരെ വന്നിട്ടുമില്ല, അതാണ് ഒരു കാര്യം എന്ന് പറയുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ എന്ന് പറയുന്നത്, ഞാനിപ്പോൾ ഏതാ ഞാൻ ചൂസ് ചെയ്യേണ്ടത്, അതായത് ഇപ്പോൾ പഠിക്കുകയാണോ വേണ്ടത് അതോ പാചകമാണോ പഠിക്കേണ്ടത്, നല്ല കുടുംബിനിയാവണോ വേണ്ടതെന്ന് ആലോചിച്ചിട്ട് ഞാൻ ആകെ ടെൻഷനാണെന്ന് ബിഹാരിയോട് അവൾ പറയാണ്. പിന്നെ അനിരുദ്ധിനെ കാണിക്കുന്നുണ്ട്. അനിരുദ്ധ സൗദാമിനിയോട് അന്ന് നടന്ന കാര്യങ്ങളെല്ലാം പറയുകയാണ്. ആ മാഷ് വന്നതും മാഷിനെ ബോന്തിത കെട്ടിയിട്ടെന്ന് മാഷ് പറഞ്ഞതും ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവളോട് പറയുന്നുണ്ട്. അപ്പോൾ സൗദാമിനി പറയാണ്, ആ മാഷും അങ്ങനെ ഒരിക്കലും ചെയ്യാൻ വഴിയില്ലല്ലോ, ആളെന്നെ പഠിപ്പിച്ചതാണല്ലോ, അപ്പോൾ ഇതുവരെ ഒരു കുട്ടീനെ പോലും ആൾ അടിച്ചിട്ടില്ല എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്, അതായത് എനിക്ക് അനുഭവമുണ്ട്, ഒരാളിനെയും ഇതുവരെ അടിച്ചിട്ടില്ല, പിന്നെ എങ്ങനെ ബോന്തിതനെ ആളടിച്ചു എന്ന് പറയുന്നത് അവൾ വെറുതെ പറയാവുന്ന സൗദാമിനിയും അനിരുദ്ധിനെ ഇങ്ങനെ മൈൻഡ് മാറ്റാൻ നോക്കുകയാണ്. ശരിക്കും സൗദാമിനി അല്ലേ ആ സാറിനെ അവിടെ കൊടുന്നതും അങ്ങനെ ബോന്തിതേനെ അടിപ്പിച്ചതൊക്കെ സൗദാമിനിയാണ്. അപ്പോൾ അനിരുദ്ധം ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെ ബോന്തിത നോണ പറയുമെന്ന് അനിരുദ്ധം ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ട്. പിന്നെ ബിഹാരിനെ കാണിക്കുകയാണ്. ബിഹാരി ബോന്തിയോട് ചോദിക്കുകയാണ്, ഞാൻ എന്തെങ്കിലും സഹായം ചെയ്യണോ ബഹുറാനിജി എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബോന്തിത പറയാണ്, ഇനി സഹായം ചെയ്യാനോ, ഒരു വട്ടം ചെയ്തതിന് മതിയായി എന്ന് പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ അവൾ ഭൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവളെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് ആൾ വെള്ളം കുറച്ചും കൂടി ഒഴിച്ചോ എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് അത് കുളം പോലെ ആക്കി വെച്ചിട്ടില്ലേ, അപ്പോൾ അത് ആലോചിച്ചിട്ടാണ് അവൾ പറയുന്നത്. അപ്പോൾ ബിഹാരി അയ്യോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്.
പിന്നെ അവൾ ആ ത്രിലോചൻ പറഞ്ഞ പോലെ ആ ചാവിയുടെ കെട്ടെടുത്തിട്ട് സാരിയുടെ തുമ്പിൽ കെട്ടുന്നൊക്കെ പറഞ്ഞിട്ടില്ലേ. ത്രിലോചൻ നല്ലൊരു കുടുംബിനി ആയാലും ഗൃഹനാഥ ആയാലും അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുന്ന ത്രിലോചൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ അവൾ അതേപോലെ അതിലുള്ള ടീസ്പൂണുകളൊക്കെ എടുത്തിട്ട് അവളുടെ സാരിയുടെ തുമ്പിൽ ഇങ്ങനെ കെട്ടിയിട്ട് ചാവി ഇങ്ങനെ കറക്കണ പോലെ ഇങ്ങനെ ആക്കിയിട്ട് അഭിനയിക്കുന്നുണ്ട്. എന്നിട്ട് അവൾ വലിയ മഹാറാണിയുടെ പോലെ ഇങ്ങനെ അവിടെ ചുറ്റും ഇങ്ങനെ ഓടുന്നുണ്ട്. അപ്പോൾ പിന്നാലെ ബിഹാരി മഹാറാണി എന്നൊക്കെ വിളിച്ചിട്ട് എന്താ പറയുക, അവളുടെ താളത്തിനൊട്ട് ഒത്തു തുള്ളാണ് ഒരാളായിട്ട്. അതായത് നല്ലൊരു ഫണ്ണി സീനാണത്. അപ്പോൾ അവളുടെ മനസ്സിലും അവൾക്ക് നല്ലൊരു കുടുംബിനി ആവാനാണ് കൂടുതൽ ആഗ്രഹം വരുന്നത്, അതല്ലാതെ പഠിക്കാനോ അങ്ങനെ ഒന്നിനും അല്ല. കാരണം പഠിക്കാൻ അവൾക്ക് ഇപ്പോൾ പേടിയായിട്ടാണ് ഉള്ളത്, കാരണം ആ മാഷ് അടിച്ചില്ലേ, അപ്പോൾ അതുകൊണ്ട്. പിന്നെയും സൗദാമിനെ അടുത്തിനെ കാണിക്കുന്നുണ്ട്. അവർ ഒരുപാട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ അവളിനെ ഒരു വക്കീലാക്കും, ഒരു ബാരിസ്റ്റർ ബാബു ആക്കും. പിന്നെ ഇവിടെയുള്ള എല്ലാ സ്ത്രീകൾക്കും അവൾ തന്നെ ഒരു ഉയർന്ന സ്ഥാനം കൊണ്ടുവരുന്നേ ചെയ്യും എന്നൊക്കെ സൗദാമിനിയോട് അവൻ പറയുന്നുണ്ട്. ശരിക്കും അവിടെ ബോന്ദിതയുടെ കാര്യം മാത്രമാണ് അവൻ സംസാരിക്കുന്നത്. പിന്നത്തെ സീനിൽ കാണിക്കുന്നത് സൗരഭിൻ്റെ വീടാണ്. അപ്പോൾ അവിടെ സമ്പൂർണ്ണ ബുക്ക് കാണുകയാണ്. എന്നിട്ട് അവൾ അത് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുമ്പോഴേക്കും അതവിടെ എല്ലാവരും കാണുകയാണ്. അങ്ങനെ ആ ബുക്ക് അവളുടെ കയ്യിൽ നിന്ന് എല്ലാവരും കാണുന്നുണ്ട്. അതിലെന്താണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് മുൻഷി സൗരഭിനെ നന്നായിട്ട് അടിക്കുന്നുണ്ട്. നീ ഒരു അശുദ്ധമാണ്, ഗംഗാജലം കൊണ്ട് നിന്നെ കഴുകിയാലാ നീ ശുദ്ധാവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവനെ നന്നായിട്ട് വടികൊണ്ടൊക്കെ അടിച്ചിട്ട് അവിടെ നിന്ന് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് സമ്പൂർണ്ണ നിന്ന് കരയുന്നൊക്കെ ഉണ്ട്. പിന്നെ ബോന്ദിത തന്നെ കാണിക്കുന്നുണ്ട്. ബോന്ദിത അങ്ങനെ ബിഹാരിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് ത്രിലോചൻ വരുന്നുണ്ട്. എന്നിട്ട് ത്രിലോചനെ അവിടെ അടക്കി വെച്ച പാത്രങ്ങൾ കണ്ടിട്ട് പറയാണ്, വാവ് ബോന്ദിത, നീ നന്നായിട്ട് എല്ലാ പാത്രങ്ങളും തുടച്ചു വെച്ചിട്ടുണ്ടല്ലോ, നീ അടുത്ത് തന്നെ പെട്ടെന്ന് തന്നെ നല്ലൊരു കുടുംബിനിയാവുമെന്ന് അവളോട് പറയുന്നുണ്ട് ത്രിലോചൻ. അപ്പോൾ അവൾ ചിരിച്ചിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ബോന്ദിത പറയുന്നുണ്ട്, സത്യമാണോ, ഞാൻ കാരണം കാക്കാ സസുജി സന്തോഷിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ത്രിലോചൻ പറയാണ്, എന്തുകൊണ്ട് സന്തോഷിച്ചുകൂടാ, നീ ഇത്ര കഷ്ടപ്പെട്ടിട്ട് ഇത്ര ബുദ്ധിമുട്ടിയിട്ട് ഇത്ര വൃത്തിയായിട്ട് എല്ലാ കാര്യങ്ങളും നല്ലപോലെ ചെയ്തില്ല, അപ്പോൾ എന്തുകൊണ്ട് ഞാൻ സന്തോഷിച്ചുകൂടാ എന്ന് പറയുന്നുണ്ട്. പിന്നെ പറയാണ്, എനിക്കൊരു കാര്യം മാത്രമാണ് ഏറ്റവും ഇഷ്ടമില്ലാത്തുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബോന്ദിത ചോദിക്കുകയാണ് അതെന്താണെന്ന് ചോദിക്കുമ്പോൾ ആൾ പറയാണ്, ആ മാഷ് നിന്നെ അടിച്ചില്ലേ, നിൻ്റെ കയ്യൊക്കെ കണ്ട ചോന്നിട്ടിരിക്കണ്, പിന്നെ ആളിനെ എന്തായാലും എനിക്ക് കണ്ടല്ലോ വടിയെടുത്ത് അടിക്കാനൊക്കെ തോന്നുന്നു ത്രിലോചൻ അവളോട് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവളുടെ മനസ്സിൽ ശരിക്ക് പഠിക്കാൻ ഒരു ആഗ്രഹം ഇല്ലാണ്ടാക്കാണ് ത്രിലോചൻ ചെയ്യുന്നത്. അവൾക്ക് ശരിക്ക് ഒരു കുടുംബിനിയാക്കാനാണ് ത്രിലോചൻ ശ്രമിക്കുന്നത്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ അവളുടെ വീട്ടിൽ സപ്പോർട്ട് ചെയ്യണത് ത്രിലോചൻ മാത്രമാണ്. പിന്നെ അനിരുദ്ധിനെ കാണിക്കുന്നുണ്ട്. അനിരുദ്ധ് സൗദാമിനിയുടെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങാൻ നിൽക്കുമ്പോൾ സൗദാമിനിയുടെ അച്ഛൻ അവനെ വിളിക്കുകയാണ്. എന്നിട്ട് പറയാണ്, പോവാണോ എന്ന് ചോദിക്കുമ്പോൾ അനിരുദ്ധ് പറയുന്നുണ്ട്, ആ പോവാണ്, ഒരുപാട് നേരമായി ഞാൻ അവിടെ വന്നിട്ട് 8 മണിക്കൂറോളായി, അപ്പോൾ ഞാൻ പോവാൻ നിൽക്കുകയാണെന്ന് പറയാണ്. അപ്പോൾ സൗദാമിനിയുടെ അച്ഛൻ പറയാണ്, നിൻ്റെ കാര്യത്തിൽ അവൾ ഇങ്ങനെ സമയമൊന്നും നോക്കാറില്ല, അവൾ എപ്പോഴും രാവെന്നോ പകലെന്നോ ഇല്ലാതെ നിനക്ക് വേണ്ടിയിട്ട് അവൾ വരുമായിരുന്നു. പിന്നെ അവളുടെ ഈ അവസ്ഥയ്ക്ക് കാരണം നീയാണ്. ഇനി അവളുടെ ഈ അവസ്ഥ ഏറ്റവും കൂടുതൽ മോശമാവുമെന്ന് എനിക്ക് നല്ല പേടിയുണ്ടെന്ന് പറയുമ്പോൾ അനിരുദ്ധ് പറയാണ്, ഞാനത് അങ്ങനെ നടക്കാനൊന്നും സമ്മതിക്കില്ല, അവൾക്കൊരു കുഴപ്പവും വരാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സൗദാമിൻ്റെ അച്ഛൻ പറയാണ്, നീ അവളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം എന്ന് അവനോട് പറയുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് സൗദാമിനി വന്നിട്ട് അച്ഛനെ ചീത്ത പറയുന്ന രീതിയിൽ അഭിനയിക്കുന്നുണ്ട്. ശരിക്കും അച്ഛനും മോളും കൂടിയിട്ടുള്ള കളിയാണ് അവിടെ നടക്കുന്നത്. എന്നിട്ട് സൗദാമിനി ബോന്ദിതയ്ക്ക് കൊടുക്കാൻ പേരിൽ അവനൊരു ഡയറി കൊടുക്കുന്നുണ്ട്. പിന്നെ ബോന്ദിതേനെ തന്നെയാണ് കാണിക്കുന്നത്. ബോന്ദിത ഇങ്ങനെ റൂമിലിരിക്കുകയാണ്, അനിരുദ്ധിനെ വെയിറ്റ് ചെയ്തിട്ട് തന്നെ ഇരിക്കുന്നത്. അനിരുദ്ധിന് എന്തോ കാര്യം പറയാൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവളോട് ഇരിക്കുന്നത്. അപ്പോൾ അവൾക്ക് ബിഹാരി വരുന്നുണ്ട്. എന്നിട്ട് ഉറങ്ങാൻ പറയുന്നുണ്ട്. കാരണം ഇന്ന് ഒരുപാട് അവൾ പണിയൊക്കെ ചെയ്തില്ല, അപ്പോൾ ക്ഷീണമൊക്കെ ഉണ്ടാവും, ഉറങ്ങിക്കോളാനൊക്കെ ബിഹാരി പറയുമ്പോൾ അവൾ പറയണം, എനിക്ക് ഒരു കാര്യം എൻ്റെ പത്തിബാബനോട് പറയാനുണ്ട്, അപ്പോൾ പറയണം എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അവർ കുറച്ച് സംസാരിക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ അനിരുദ്ധിനെ കാണിക്കുകയാണ്. അനിരുദ്ധ് ഇങ്ങനെ സ്റ്റഡി റൂമിൽ ഇരുന്നിട്ട് ബുക്കിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടേക്ക് ബോന്ദിത വരുന്നുണ്ട്. എന്നിട്ട് അവനോട് സംസാരിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. അപ്പോൾ അവൻ പറയുകയാണ്, ഞാനിപ്പോൾ ഭയങ്കര ബിസിയാണ് ബോന്ദിത, എനിക്ക് നിന്നോട് സംസാരിക്കാൻ എന്നെ താല്പര്യമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവൾ പറയണം, എനിക്ക് നിങ്ങളോട് സംസാരിക്കാനും താല്പര്യമില്ല, പക്ഷേ വേറെ ഒരാൾക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമുണ്ട് എന്ന് പറയും. അപ്പോൾ അവൻ പറയണ വേറെ ആർക്ക് എന്ന് പറയുമ്പോൾ അപ്പോൾ ബോന്ദിത പറയാണ്, നിങ്ങൾ പറയുന്നില്ലേ എന്താ ചെവിയിലൊക്കെ വെച്ചിട്ട് സംസാരിക്കില്ലേ ഒറ്റയ്ക്ക് നിന്നിട്ട്, അപ്പോൾ അതിലൊരാൾക്ക് നിങ്ങളോട് സംസാരിക്കാനുണ്ട് എന്ന് പറയാണ്. അപ്പോൾ അവന് ഞാൻ ആലോചിച്ചിട്ട് പറയാണ്, എന്ത് ടെലിഫോണാണോ എന്ന്. അപ്പോൾ ബോന്ദിത പറയാണ്, ആ ടെലിഫോൺ എന്നെന്ന് പറയുമ്പോൾ അനിരുദ്ധ് പറയുന്നുണ്ട്, അതല്ല എൻ്റെ അടുത്തിരിക്കുന്നത്, അതിൽ ആരും വിളിച്ചിട്ടൊന്നുമില്ല ഇനിയെന്ന് പറയുമ്പോൾ ബോന്ദിത അവളുടെ കയ്യിലുള്ള ഒരു ചിരട്ടുണ്ട്, 2 ചിരട്ടകൾ ഒരു കയറും ഇങ്ങനെ രണ്ടറ്റത്ത് ഇങ്ങനെ കെട്ടിയിട്ട് അവളവിടെ അവൻ്റെ മുന്നിൽ ഇങ്ങനെ കൊടുന്ന് വെക്കുന്നുണ്ട്. എന്നിട്ട് അവനോടത് അവളിങ്ങനെ ഒരു ചിരട്ട ഇങ്ങനെ എടുത്തിട്ട് എന്നിട്ട് അവൾ ട്രിങ് ട്രിങ് ഒരു ഒച്ച ഉണ്ടാക്കുകയാണ്. അപ്പോൾ എന്താണ് ടെലിഫോണുള്ള രീതിയിലാണ് അവൾ ആ ചിരട്ടേനെ എടുത്തേക്കുന്നത്. അപ്പോൾ അവനിങ്ങനെ സൈ കെട്ടിട്ട് അവളിങ്ങനെ പിന്നെയും ട്രിങ് ട്രിങ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവന് ദേഷ്യം വന്നിട്ട് ആ
ഒരു ചിരട്ട അവൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരാളുടെ കയ്യിൽ ഒന്നും മറ്റാളുടെ കയ്യിൽ ഒരു ചിരട്ടയുണ്ട്. അപ്പോൾ അവൾ പറയാണ് ഇങ്ങനെയല്ല, കുറച്ചങ്ങോട്ട് നീങ്ങിക്കുമെന്ന് പറയും. അപ്പോൾ അവനവിടെ ദേഷ്യം വന്നിട്ട് എണീച്ചിട്ട് കുറച്ച് നീങ്ങിക്കുന്നുണ്ട്. എന്നിട്ട് അവൾ പറയുന്നുണ്ട് ആ ചിരട്ട എടുത്തിട്ട് ചെവിയിൽ വെക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അവൻ അതേപോലെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവൾ സംസാരിക്കുകയാണ്. ശരിക്കും അവളുടെ അമ്മ എങ്ങനെയാണ് അനിരുദ്ധിനോട് സംസാരിക്കുക, അപ്പോൾ അതേപോലെയാണ് സംസാരിക്കുന്നത്. ഞാൻ ബോന്തിതയുടെ അമ്മയാണ് എന്നാണ് അവൾ അതിൽ കൂടെ പറയുന്നത്. എന്നിട്ട് പറയാണ് മരുമോനെ ഞാൻ ബോന്തിതയുടെ അമ്മയാണ്. അപ്പോൾ ഞാനൊരു കാര്യം അറിഞ്ഞ് എന്താ ബോന്തിതേനെ വിശ്വാസമില്ല, ബോന്തിത പറയണ കാര്യങ്ങളൊന്നും നിങ്ങൾ വിശ്വസിക്കണില്ല എന്നൊക്കെ അനിരുദ്ധിനോട് പറയാണ്. അപ്പോൾ അനിരുദ്ധ് പറയാണ് അമ്മ ഞാൻ പറയുന്നതാണ് വിശ്വസിക്കുക. ഇപ്പോൾ ഇവിടെ ഉള്ളവരൊക്കെ പറയുന്നത് ബോന്തിതയുടെയിലാണ് കുറ്റം എന്നാണ്, മാഷ് നല്ലതാണെന്ന് ബിഹാരി പിന്നെ എൻ്റെ അച്ഛനും എല്ലാവരും പറഞ്ഞില്ലേ. അപ്പോൾ എല്ലാവരും മാഷിൻ്റെ കൂടെയാണ്, പിന്നെ ഞാൻ മാത്രം എങ്ങനെ ബോന്തിതയുടെ കൂടെ നിൽക്കുക, ഞാൻ രണ്ടാളുടെ കൂടെ ഏതാ സത്യം എന്ന് എനിക്കറിയില്ലല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവളെ വിശ്വസിക്കാത്തതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബോന്തിത പറയാണ് അവനോട് അല്ല നിങ്ങൾ പറയുന്നതൊക്കെ അവൾ അനുസരിച്ചില്ലേ, രസഗുള കഴിക്കേണ്ട പറഞ്ഞപ്പോൾ കഴിച്ചില്ലല്ലോ, വെള്ളം എത്ര കുടിക്കണം പറഞ്ഞപ്പോൾ കുടിച്ചില്ലേ, പിന്നെ നിങ്ങൾ ബുക്ക് എടുത്തോളം പറഞ്ഞപ്പോൾ ബുക്ക് എടുത്തു, പഠിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു, പിന്നെ ത്രിലോചൻ കാക്ക പറഞ്ഞതൊക്കെ ഞാൻ അതേപോലെ ചെയ്തില്ലേ, അതായത് ബോന്തിത അതേപോലെ ചെയ്തില്ലേ, അപ്പോൾ അതൊക്കെ ചെയ്യുന്ന അവൾക്ക് ഇത് മാത്രം എന്താ നിങ്ങൾ വിശ്വസിക്കാത്ത എന്നൊക്കെ ചോദിക്കുമ്പോൾ അനിരുദ്ധ് പിന്നെ അതന്നെ പറയാണ് ഞാൻ എങ്ങനെ ഇപ്പോൾ ഒരാളുടെ ഭാഗം മാത്രം ഏതാ ശരിയാണെന്ന് അറിയാണ്ട് ഞാൻ എങ്ങനെ ഇപ്പോൾ അവളെ വിശ്വസിക്കാമെന്ന് അവന് അവളോട് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ സമ്പൂർണ്ണനെ കാണിക്കുന്നുണ്ട്. സമ്പൂർണ്ണ ഇങ്ങനെ സൗരഭിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അപ്പോൾ അവൾ കരഞ്ഞിട്ടാണ് ചെല്ലുന്നത്. അപ്പോൾ സൗരഭാണെങ്കിൽ ആകെ ദേഷ്യത്തിലാണ് ഇരിക്കുന്നത്, അവന് അടിയൊക്കെ കിട്ടിയില്ല അച്ഛൻ്റെ നിന്ന്. അപ്പോൾ അവൾ കാരണമാണ് അടിയൊക്കെ അവന് മേടിക്കേണ്ടി വന്നത്. അപ്പോൾ അതിന് നന്നായിട്ട് അവൻ അവളോട് ദേഷ്യപ്പെടുന്നൊക്കെ ഉണ്ട്, അവിടെ നിന്ന് പോവാൻ വേണ്ടിയിട്ട് പറയുന്നൊക്കെ ഉണ്ട്. പിന്നെ ബോന്തേനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അവൾ അനിരുദ്ധിനോട് പറയാണ് എന്നാൽ അവൾ പറയുന്നതൊന്ന് വിശ്വസിച്ചൂടെ, ഇനിയിപ്പോൾ പിറ്റേ ദിവസം ഇനിയിപ്പോൾ വേറെ ആൾക്കാർ പറയുകയാണ് അവൾ ഇപ്പോൾ ചീത്തതാണ്, നിങ്ങളുടെ ഭാര്യ ചീത്തതാണെന്ന് പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കുമെന്ന് അനിരുദ്ധിനോട് അവൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള എപ്പിസോഡ്സ് ലഭിക്കാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയുള്ള എപ്പിസോഡ്സ് ആരും മിസ്സാക്കരുത്, നല്ല എപ്പിസോഡ്സാണ് വരാൻ പോകുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.